40 കഴിഞ്ഞ സ്ത്രീകളിൽ പെട്ടെന്ന് ചൂടാവുക, ഒരു കാരണവും ഇല്ലാതെ ഇടയ്ക്കിടയ്ക്ക് അസുഖങ്ങൾ അനുഭവപ്പെടുക, അമിതമായിട്ട് വിയർക്കുക, രാത്രി ഉറക്കം നഷ്ടപ്പെടുക, ഒരു കാരണവുമില്ലാതെ കരയുക, ഇമോഷണലി ഭയങ്കര ഡിപ്രസ്ഡ് ആവുക, ഇങ്ങനെ 40 കഴിഞ്ഞ സ്ത്രീകൾ അനുഭവിക്കുന്ന ഈ ഒരു ബുദ്ധിമുട്ടിന് കാരണം എന്താണ്? ഹോർമോണൽ വ്യതിയാനം തന്നെയാണോ? ഈ അടുത്ത് നമ്മുടെ ആങ്കർ രഞ്ജിനി ഹരിദാസ് ഇതിനെക്കുറിച്ച് പറയുകയുണ്ടായി. 40 കഴിഞ്ഞ ആ ഒരു ടൈമിൽ ഹോർമോൺ ഇംബാലൻസ് കാരണം അവരനുഭവിച്ച ചില ബുദ്ധിമുട്ടുകൾ വളരെ ക്ലിയർ ആയിട്ട് പറയുകയുണ്ടായി. സ്ത്രീകളിൽ ഈ 40 കഴിയുമ്പോൾ എന്താണ് നമ്മുടെ സ്ത്രീ ശരീരത്തിൽ സംഭവിക്കുന്നത്? നമുക്കത് ഭക്ഷണങ്ങൾ കൊണ്ട് ഓവർകം ചെയ്യാൻ പറ്റുമോ? എന്തൊക്കെ വിറ്റാമിനുകളാണ് അല്ലെങ്കിൽ സപ്ലിമെൻറ്റുകളാണ് 40 കഴിഞ്ഞ സ്ത്രീകൾ എടുക്കേണ്ടത്? ആർത്തവ വിരാമം എന്താണ്? അതേപോലെ ആർത്തവ വിരാമത്തിന് മുന്നേ എത്ര വർഷം മുന്നേ തന്നെ അതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും? എപ്പോഴാണ് ഒരു ഡോക്ടറുടെ ചികിത്സ തേടേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ എൻ്റെ ടോക്ക്. ഇത് നിങ്ങളുടെ ഡോക്ടർ ജുമാന ഹസീനി ജി, ഡോക്ടർ ജുമാനാസ് ഹോമിയോ കെയർ, വള്ളിയോട്, പാലക്കാട്. സ്ത്രീകളിൽ പൊതുവെ 2 ഹോർമോണാണ് പ്രധാനമായിട്ടും നമ്മുടെ സ്ത്രീകളുടെ ആരോഗ്യത്തിന് കാത്തു സൂക്ഷിക്കുന്ന ഒന്നെന്ന് പറയുന്നത്. അത് എസ്ട്രോജനും പ്രൊജസ്ട്രോണുമാണ്. ഈ എസ്ട്രോജൻ എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യം, എല്ലുകളുടെ ആരോഗ്യം, കാൽഷ്യത്തിൻ്റെ വലിച്ചെടുക്കുന്ന ആ ഒരു അബ്സോർപ്ഷൻ, ഇതിനൊക്കെ തന്നെ സഹായകരമാവുന്ന ഒരു ഹോർമോണാണ് എസ്ട്രോജൻ എന്ന് പറയുന്നത്. നമ്മുടെ മാസമുറ തുടങ്ങുമ്പോൾ തന്നെ പീരീഡിൻ്റെ ആദ്യത്തെ ഫേസിലാണ് ഈ ഒരു എസ്ട്രോജൻ എന്ന് പറയുന്ന ഒരു ഫേസ് എന്ന് പറയുന്നത്. എസ്ട്രോജൻ ഹോർമോൺ വളരെ ഹൈ ലെവലിലായിരിക്കും. എസ്ട്രോജൻ ഹോർമോൺ നമ്മുടെ ശരീരത്തിനെ തണുപ്പിക്കുന്ന, കംഫർട്ട് സോണിൽ വെക്കുന്ന ഒരു ആക്ഷനാണ് ചെയ്യുന്നത്. നമ്മുടെ ശരീരത്തിൻ്റെ താപനിലയൊക്കെ കുറച്ച്, ടെമ്പറേച്ചറൊക്കെ കുറച്ച് നമ്മുടെ ടോട്ടൽ ഹെൽത്തിനെ ഒന്ന് കംഫർട്ട് സോണിൽ വെക്കും. ഈ പ്രൊജസ്ട്രോൺ എന്ന് പറഞ്ഞ ഹോർമോൺ എന്ന് പറയുന്നത് സെക്കൻഡ് ഫേസിൽ, നമ്മുടെ പീരിയഡ്സിൻ്റെ ആദ്യത്തെ 14 ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഓവുലേഷൻ പോസ്റ്റ് ഓവുലേറ്ററി ഫേസ് എന്ന് പറയും. അതായത് അണ്ഡാശയത്തിൽ നിന്നും അണ്ഡം പുറത്ത് വന്നതിന് ശേഷമാണ് ഈ ഒരു പ്രൊജസ്ട്രോൺ വളരെ ഹൈ ലെവലിൽ ശരീരത്തിൽ കാണപ്പെടുന്നത്. ഈ പ്രൊജസ്ട്രോൺ ശരീരത്തിൻ്റെ താപനില കൂട്ടുകയാണ് ചെയ്യുന്നത്. പ്രൊജസ്ട്രോൺ നമ്മുടെ ബ്രെയിനിനെ സിഗ്നൽ ചെയ്യുന്നത് ശരീരത്തിൻ്റെ താപനില വളരെയധികം കൂട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ എസ്ട്രോജൻ അതേപോലെ പ്രൊജസ്ട്രോൺ, ഇത് രണ്ടും നമ്മുടെ മാസമുറ പ്രോപ്പറായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ, പീരിയഡ്സ് റെഗുലറായിട്ട് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊരു ബാലൻസ് ലെവലിൽ തന്നെ പോകുന്നുണ്ടാവും. അതിലും തന്നെ നമ്മൾ ഓവുലേഷൻ ടൈമിൽ പ്രത്യേകം പറയാറുണ്ട്, അണ്ഡാശയത്തിൽ നിന്നും അണ്ഡം പുറത്തു വരുന്ന ആ ഒരു ടൈമിൽ ബേസൽ ബോഡി ടെമ്പറേച്ചർ എന്ന് പറയും. നമ്മുടെ ശരീരത്തിൻ്റെ താപനില സാധാരണഗതിയിൽ നിന്നും ഇത്തിരി കൂടി കാണപ്പെടും. അതിന് കാരണം ഈ പ്രൊജസ്ട്രോൺ ഹോർമോണിൻ്റെ ഒരു ഹൈപ്പ് തന്നെയാണ്. എന്നാൽ ഒരു 38-40 കഴിഞ്ഞ സ്ത്രീകളിൽ ക്രമേണ ഈ അണ്ഡാശയത്തിൽ നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഈ എസ്ട്രോജൻ ഹോർമോണിൻ്റെ ലെവല് കുറയാനായിട്ട് തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ശരീരത്തിൽ കാണിക്കുന്ന ചില ലക്ഷണങ്ങളുണ്ട്. നമ്മൾ ഈ ആർത്തവ വിരാമം എന്ന് പറയുന്നത് ശരിക്കും മെഡിക്കൽ ടേംസിൽ 45 മുതൽ 55 ഈ ഒരു ഏജിലാണ് ആർത്തവ വിരാമം കൂടുതൽ സ്ത്രീകളിൽ കണ്ടുവരുന്നത്. അതിൽ തന്നെ ആവറേജ് ആയിട്ട് നമ്മൾ 51 വയസ്സാണ് പറയാം. എന്നാൽ ഇപ്പോഴത്തെ ഒരു ജീവിതശൈലി, അതേപോലെ തന്നെ നമ്മുടെ ഭക്ഷണശൈലിയിലൊക്കെ വന്ന മാറ്റങ്ങൾ കാരണം പല സ്ത്രീകളിലും 40കൾക്ക് മുന്നേ തന്നെ, അല്ലെങ്കിൽ 45-ന് മുന്നേ, 42, 41 ഈ ഒരു ഏജിൽ തന്നെ ആർത്തവ വിരാമം സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ആർത്തവ വിരാമം എന്ന് പറയുന്നത് 12 മാസം, അതായത് 1 കൊല്ലം കണ്ടിന്യൂസ് ആയിട്ട് മാസമുറ ഇല്ലാതിരിക്കുക, പീരിയഡ്സ് ആവാതിരിക്കുന്ന ടൈമിലാണ് നമ്മളത് മെനോപോസ് ആയി എന്ന് പറഞ്ഞ് ഡയഗ്നോസ് ചെയ്യുന്നത്. 42കളിലും 40കളിലും 1 മാസമായിട്ട് അല്ലെങ്കിൽ 2 മാസം ഇടവിട്ട് പീരീഡ് ഉണ്ടാവുക, ഇങ്ങനെ ഇറഗുലറായിട്ട് പീരീഡ് ഉണ്ടാവുക, അല്ലെങ്കിൽ 6 മാസം പീരിയഡ്സ് നിന്നു പിന്നെ മാസമുറ എഗെയിൻ വരുന്നുണ്ട് എന്നുണ്ടെങ്കിലും അതിനെ നമ്മൾ മെനോപോസ് ആയിട്ട് കണക്കാക്കില്ല. ഇനി മെനോപോസ് ആയി എന്ന് പറഞ്ഞ് നമുക്ക് എങ്ങനെ അത് അറിയാനായിട്ട് പറ്റും? അപ്പോൾ അതിൻ്റെ ഒരു ഹോർമോൺ ടെസ്റ്റ് എന്ന് പറയുന്നത് FSH അതേപോലെ LH, ഫോളിക്കുലർ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണും ലൂട്ടിനൈസിങ് ഹോർമോണുമാണ്. അപ്പോൾ ഇത് നമ്മൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ FSH എന്ന് പറയുന്നത് സാധാരണഗതിയിൽ LHും FSHൻ്റെ ഒരു റേഷ്യോ എന്ന് പറയുന്നത് 1:2 ആ ഒരു റേഷ്യോയിലായിരിക്കും ഉണ്ടാവുക നമ്മൾ പീരീഡിൻ്റെ സെക്കൻഡ് ഡേയിലൊക്കെ ചെക്ക് ചെയ്യുന്ന ടൈമിൽ. എന്നാൽ ഈ FSH 50 മടങ്ങ്, ഫോളിക്കുലർ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്ന് പറയുന്ന ഈ ഒരു FSH 50 മടങ്ങ് അധികമായിട്ടുണ്ടാവും ഈ മെനോപോസ് ആർത്തവ വിരാമമായ സ്ത്രീകളിൽ. അപ്പോൾ അത് വെച്ച് നമുക്കത് ഡയഗ്നോസ് ചെയ്യാനായിട്ട് പറ്റും അവർക്ക് മെനോപോസ് ആയി കഴിഞ്ഞു എന്ന് പറഞ്ഞു. ഇനി ഈ ഒരു ആർത്തവ വിരാമം ആകുന്നതിന് മുന്നേ തന്നെ ചിലർക്ക് പീരീഡ് അമിതമായിട്ട് ബ്ലഡ് ഫ്ലോ ഉണ്ടാവുക,
രക്തസ്രാവം ഉണ്ടാവുക, ചിലർക്ക് 6 മാസം അല്ലെങ്കിൽ 4 മാസം ഇടവിട്ട് അങ്ങനെ ഇറഗുലറായിട്ട് പീരീഡ് ഉണ്ടാവുക, ഇതൊക്കെ തന്നെ ഈ ഒരു ഹോർമോൺ ഇംബാലൻസിൻ്റെ ലക്ഷണങ്ങളാണ്. അപ്പോൾ ശരിക്കും ആർത്തവ വിരാമം സംഭവിക്കുന്നത് 50കളിലും 45ലും ആണെന്നുണ്ടെങ്കിലും 40 കഴിയുമ്പോൾ തന്നെ ഈ ഹോർമോണിൻ്റെ വ്യതിയാനങ്ങൾ സ്ത്രീ ശരീരത്തിൽ കാണാനായിട്ട് തുടങ്ങും. ഈ എസ്ട്രജൻ പ്രൊജസ്ട്രോണിൻ്റെ ഹോർമോൺ ലെവൽ വ്യത്യാസമാവാനായിട്ട് തുടങ്ങും. അതുകൊണ്ട് തന്നെയാണ് സ്ത്രീകളിൽ കൂടുതലായിട്ടും ഈ ഒരു മൂഡ് സ്വിങ്സ്, അവരെന്തിനാണ് കരയുന്നതെന്ന് അവർക്ക് തന്നെ അറിയില്ല, അങ്ങനെ ഒരു ഇതുണ്ടാവും. പിന്നെ അമിതമായിട്ട് ഇപ്പോൾ ഫാനുണ്ട്, AC ഉണ്ടെന്നുണ്ടെങ്കിലും ചുട്ടു പൊള്ളുന്ന പോലെ, അതങ്ങനെ തന്നെയാണ് അവർ സ്ത്രീകൾ പറയുക, നമ്മുടെ ശരീരം ചുട്ടു പൊള്ളുന്ന പോലെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. അത് ഈ ഒരു പ്രൊജസ്ട്രോണിൻ്റെ ഹോർമോൺ എസ്ട്രജൻ്റെ വേരിയേഷൻ വരുന്നത് കൊണ്ട് ബ്രെയിനിന് അതൊരു കൺട്രോളിൽ വെക്കാൻ പറ്റാത്തൊരവസ്ഥയാവുകയാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ ശരീരത്തിൻ്റെ താപനില അമിതമായിട്ട് കൂടും. ഹോട്ട് ഫ്ലാഷസ് എന്ന് പറയുമ്പോൾ ചുട്ടു പൊള്ളുന്ന പോലെ വേർക്കുക, അമിതമായിട്ട് വേർക്കുക. പിന്നെ ഈ ഒരു ടൈമിൽ സ്ത്രീകളിൽ അവരുടെ മെറ്റബോളിസം ഭയങ്കര കുറയാനായിട്ട് തുടങ്ങും. അതായത് മെറ്റബോളിസം കൂടുന്നതിന് പകരം ദഹന പ്രക്രിയ, ശരീരത്തിലെല്ലാം തന്നെ ഒന്ന് സ്ലോ ഡൗൺ ആവാനായിട്ട് തുടങ്ങും. അതുകൊണ്ട് തന്നെ ഈ ഏജിൽ സ്ത്രീകൾ തടി കൂടാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഒരു 40 കഴിഞ്ഞ സ്ത്രീകൾ റെഗുലറായിട്ട് എക്സസൈസും അതേപോലെ ഭക്ഷണശൈലികളൊക്കെ മിതമായിട്ടുള്ള രീതിയിൽ അവർ ശ്രദ്ധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ അമിതമായിട്ടുള്ള വണ്ണം അത് കുറയ്ക്കാനായിട്ട് സാധിക്കും. മെറ്റബോളിസം സ്ലോ ഡൗൺ ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഒരു മാറ്റം ഉണ്ടാവുന്നത്, അമിതമായിട്ട് കൊഴുപ്പ് അടിഞ്ഞുകൂടാ. അപ്പോൾ സ്ത്രീകളെ പൊതുവേ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 40-ന് താഴെ സ്ത്രീകൾക്ക് ഹാർട്ട് അറ്റാക്ക് ഒക്കെ വരാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. കാരണം നമ്മളത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മെയിൽസിനെയും ഫീമെയിൽസിനെയും കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്ത്രീകളിൽ 40 താഴെയുള്ളവരിൽ ഹാർട്ട് അറ്റാക്കിൻ്റെ ചാൻസ് വളരെ കുറവാണ്. ഇതിന് പ്രധാന കാരണം ഈ എസ്ട്രജൻ ഹോർമോൺ നമ്മുടെ ഹൃദയത്തിന് ഒരു കവചമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ എസ്ട്രജൻ ഹോർമോൺ നമ്മുടെ കാൽഷ്യം അബ്സോർപ്ഷൻ, അതേപോലെ ബ്ലഡ് സർക്കുലേഷൻ, നമ്മുടെ രക്തക്കുഴലിലെ ആ ഒരു കൊഴുപ്പ് അടിഞ്ഞുകൂടാതിരിക്കുക, അങ്ങനെ ഇതിനൊക്കെ സഹായകരമാക്കുന്ന ഒന്നാണ് ഈ എസ്ട്രജൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഹോർമോൺ വ്യതിയാനം സംഭവിക്കുന്നതോടുകൂടി ക്രമേണ കാൽഷ്യത്തിൻ്റെ ശരീരത്തിൽ കാൽഷ്യം വലിച്ചെടുക്കുന്നതിൻ്റെ ആ ഒരു ലെവൽ കുറഞ്ഞു വരും. അതുകൊണ്ട് സ്ത്രീകളിൽ ഈ 40 കഴിഞ്ഞവരിൽ എല്ല് തേയ്മാനം, കൂടുതലായിട്ടും ജോയിൻസിൽ വരുന്ന സന്ധികളിൽ വരുന്ന വേദന, ഇതൊക്കെ അനുഭവപ്പെടാറുണ്ട്. ഹൃദയത്തിൻ്റെ ആരോഗ്യം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ 40 കഴിഞ്ഞ സ്ത്രീകളിൽ ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അവർക്ക് അമിതവണ്ണം, ഫാറ്റി ലിവർ, കൊളസ്ട്രോൾ, ഇതെല്ലാം തന്നെ ഹൈ ലെവലിൽ കൂടാനുള്ള സാധ്യത ഈ ഒരു 40 കഴിഞ്ഞ ടൈമിലാണ്. അപ്പോൾ നമ്മൾ 40 കഴിഞ്ഞ സ്ത്രീകളിൽ വരുന്ന ഈ ഒരു മൂഡ് സ്വിങ്സിന് കാരണവും ഈ ഹോർമോൺ വ്യതിയാനം തന്നെയാണ്. അപ്പോൾ ഈ എസ്ട്രജൻ ലെവൽ ഒരുപാട് കുറഞ്ഞു വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി എന്ന് പറയും. ഹോർമോൺ കംപ്ലീറ്റ് ആയിട്ട് റീപ്ലേസ് ചെയ്യുക. അത് കൂടുതലായിട്ടും ഇപ്പം എല്ല് തേയ്മാനം, ഓസ്റ്റിയോ ആർത്രൈറ്റിസിൻ്റെ സിവിയർ സ്റ്റേജിൽ, അതായത് ഫൈനൽ സ്റ്റേജിൽ എത്തിയവരിലൊക്കെ കൂടുതലായിട്ട് അത് സപ്പോർട്ടീവാണ്. പൊതുവേ സ്ത്രീകളിൽ മെൻസ്ട്രൽ പീരീഡ് ആ ഒരു ടൈമിൽ തന്നെ പല ടൈമിലായി ഹോർമോൺ വ്യതിയാനം ഉണ്ടാവുന്നത് കൊണ്ട് മൂഡ് സ്വിങ്സ് ഉണ്ടാവാറുണ്ട്. അപ്പം അതുപോലെ തന്നെയാണ് ഈ ഹോർമോൺ വ്യതിയാനം ചെറിയ തോതിൽ ഉണ്ടാകുമ്പോഴാണ് ഈ ഒരു ചെറിയ തോതിലുള്ള മൂഡ് സ്വിങ്സ് എന്ന് പറയുന്നത്. എന്നാൽ വളരെ ഹൈ ലെവലിലുള്ള വേരിയേഷനാണ് പെരിമെനോപോസൽ പീരീഡ് എന്ന് പറയുന്നത്. അതായത് ആർത്തവ വിരാമത്തിൻ്റെ 4-5 കൊല്ലങ്ങൾക്ക് മുൻപ് തന്നെ ഈ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും. അമിതമായിട്ട് ദേഷ്യപ്പെടുക, ചെറിയ കാര്യങ്ങൾ മതി, വീട്ടിലെ ചെറിയൊരു കാര്യത്തിനായിട്ട് ഭയങ്കര ചൂടാവുക, പിന്നെ അവരെന്നെ ഒരു കാരണവും ഉണ്ടാവില്ല എന്നാൽ അവരെന്നെ വിഷമിക്കും. അത് ആലോചിച്ച് ഇപ്പോൾ ചിലപ്പോൾ ലൈഫൊക്കെ ഭയങ്കര സെറ്റിൽഡ് ആയിരിക്കും, ഭയങ്കര സന്തോഷമായിട്ടുള്ള ജീവിതമായിരിക്കും, എന്നാലും ആ സന്തോഷം അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. മൈൻഡ് ഭയങ്കര അപ്സെറ്റായി പോവുക, ഡിപ്രഷൻ കൂടി വരിക, രാത്രി ഉറക്കം തീരെ ഉണ്ടാവാത്ത അവസ്ഥ, ഇതൊക്കെ ആ ഒരു പെരിമെനോപോസൽ പീരീഡ് എന്ന് പറഞ്ഞ ആർത്തവ വിരാമം തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് 4-5 കൊല്ലങ്ങൾക്ക് മുന്നേ തന്നെ കണ്ടുവരുന്ന ചില ലക്ഷണങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ത്രീകൾ, നമ്മൾ 40 കഴിഞ്ഞ സ്ത്രീകൾ സ്ഥിരമായിട്ട് എടുക്കേണ്ട ഒരു സപ്ലിമെൻ്റ് എന്ന് പറയുന്നത് കാൽഷ്യം സപ്ലിമെൻറ്റ്. കാരണം ശരീരത്തിലെ കാൽഷ്യം ലെവൽ കുറയാനായിട്ട് തുടങ്ങും. അതുകൊണ്ട് തന്നെ എല്ല് തേയ്മാനത്തിനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. കാൽഷ്യം സപ്ലിമെൻ്റ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. വിറ്റാമിൻ ഡി ലെവൽ ചെക്ക് ചെയ്തിട്ട് വിറ്റാമിൻ ഡി ലെവൽ കുറവാണ് എന്നുണ്ടെങ്കിൽ അതും എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ വിറ്റാമിൻ ഡി ലെവൽ എടുക്കുമ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കരുത്, ഒരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനോട് കൂടി മാത്രം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം അമിതമായിട്ട് വിറ്റാമിൻ ഡി എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ പിത്താശയ കല്ലുള്ളവർ, അതേപോലെ തന്നെ കിഡ്നിയിലെ കല്ലുള്ളവർക്കൊക്കെ വിറ്റാമിൻ ഡി ഒരുപാട് എടുക്കുമ്പോൾ അത് കാൽഷ്യം അബ്സോർപ്ഷനെ കൂട്ടും. അപ്പോൾ സ്റ്റോൺസുകൾ പലപ്പോഴും കാൽഷ്യം ഓക്സലേറ്റ് സ്റ്റോൺസ് ഒക്കെയാണ് കിഡ്നിയിൽ കാണപ്പെടുന്നത്. അപ്പോൾ അത് കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കാനായിട്ടും അതിൻ്റെ ലക്ഷണങ്ങൾ വളരെ വഷളായി വരാൻ സാധ്യതയുണ്ട്.
പ്രോപ്പറായിട്ടൊരു 3 മന്ത് റെഗുലറായിട്ട് എടുക്കുക, ചെക്ക് ചെയ്തിട്ട് 3 മന്ത് എടുക്കുക, പിന്നെ അഗെയിൻ സ്റ്റോപ്പ് ചെയ്യുക. പിന്നെ 2 കൊല്ലം മുന്നെയാണ് എടുത്തതെന്ന് പറഞ്ഞ് അങ്ങനെ വിടരുത്. ഇടയ്ക്കിടയ്ക്ക് വിറ്റാമിൻ ഡി ലെവൽ ചെക്ക് ചെയ്ത് അത് സപ്ലിമെൻ്റ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാൽഷ്യത്തിൻ്റെ സപ്ലിമെൻറ്റും കൂടെ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ശരീരത്തിൻ്റെ ആ ഒരു എല്ലിൻ്റെ ആരോഗ്യത്തിനൊക്കെ മെച്ചപ്പെടുത്താനായിട്ട് വളരെയധികം സഹായകരമാവുന്ന ഒന്നാണ്. ഭക്ഷണത്തിൽ കൂടുതലായിട്ടും ലീൻ പ്രോട്ടീൻസ്, അതായത് ഇപ്പോൾ ഇറച്ചിയിൽ തന്നെ നമ്മൾ ചിക്കൻ്റെ ബ്രസ്റ്റ് പോർഷനൊക്കെ കൂടുതലായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെയധികം പ്രോട്ടീൻ റിച്ച് ആണ്, അതെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ചെറുമത്സ്യങ്ങൾ വളരെയധികം നല്ലതാണ്. ചെറുമത്സ്യങ്ങൾ എണ്ണയിൽ വറുത്തതല്ല, കറി വെച്ചിട്ട് അല്ലെങ്കിൽ ബേക്ക് ചെയ്ത് ആവിയിൽ വേവിച്ചിട്ട് അങ്ങനെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. 40 കഴിഞ്ഞ സ്ത്രീകൾ പരമാവധി റെഡ് മീറ്റ്, അതായത് മട്ടൺ, ബീഫ് ഇത് ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇലക്കറികളും അതുപോലെ തന്നെ പച്ചക്കറികളൊക്കെ വളരെയധികം നല്ലതാണ്. ലൈക്കോപ്പിൻ കണ്ടൻറ്റ് അധികം അടങ്ങിയിട്ടുള്ള ഇപ്പോൾ തക്കാളി ആയിക്കോട്ടെ, അതേപോലെ തന്നെ പൊമിഗ്രനേറ്റ്, മാതള നാരങ്ങ ഇതൊക്കെ വളരെയധികം നല്ലതാണ്. വാട്ടർമെലൻ, തണ്ണിമത്തൻ ഇതിലൊക്കെ ലൈക്കോപ്പിൻ കണ്ടൻറ്റ് അധികം അടങ്ങിയിട്ടുണ്ട്. ഇത് ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ടും പ്രവർത്തിക്കും. ബോഡിയിൽ ആ ഒരു സ്ട്രെസ് ലെവൽ കുറയ്ക്കാനൊക്കെ വളരെയധികം ഹെൽപ്ഫുള്ളാണ്. പിന്നെ നല്ല കൊഴുപ്പ് അധികം അടങ്ങിയിട്ടുള്ള omega-3 ഫാറ്റി ആസിഡ് മസ്റ്റാണ്. അപ്പോൾ omega-3 ഫാറ്റി ആസിഡ് അധികം അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സ് ആയിക്കോട്ടെ, മത്സ്യങ്ങളായിക്കോട്ടെ, പിന്നെ നട്ട്സൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. പക്ഷേ നട്ട്സ് കഴിക്കുന്ന ടൈമിൽ ശ്രദ്ധിക്കുക, കാരണം ഓവറായിട്ട് കാലറി എടുക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ഒരു കൈപ്പിടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് 25-30 ഗ്രാം നട്ട്സ് എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിലൊരു 130 കാലറി വരുന്നുണ്ടാവും. അപ്പോൾ യൂഷ്വലി ഇപ്പോൾ 40 കഴിഞ്ഞ സ്ത്രീകൾ വെയിറ്റ് കൂടാനുള്ള സാധ്യതകൾ നമ്മൾ പറഞ്ഞുവല്ലോ, വെയിറ്റ് കൂടാനുള്ള സാധ്യതകളും ഉണ്ട്. അതുപോലെ തന്നെ അതിന് മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ ഒരു ക്രേവിങ്സ് ആണ്. അവർക്ക് ഫുഡ് ക്രേവിങ്സ്, ഈ മൂഡ് സ്വിങ്സ് കാരണം ഫുഡ് ക്രേവിങ്സ് അമിതമായിട്ട് ഉണ്ടാവും. എസ്പെഷ്യലി നമ്മുടെ ശരീരത്തിൻ്റെ ആ ഒരു ഗ്ലൂക്കോസ് ലെവൽ ഉച്ച കഴിഞ്ഞുള്ള സമയത്ത് കുറഞ്ഞു വരുന്നുണ്ടാവും. ഈ സമയത്ത് ഭയങ്കര ക്രേവിങ് ഉള്ളത് കൊണ്ട് തന്നെ എണ്ണക്കടി അല്ലെങ്കിൽ പലഹാരം, അതിനോട് സ്വീറ്റ്സ് അമിതമായിട്ട് എടുക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് നട്ട്സ്, എല്ലാ നട്ട്സിൻ്റെയും കോമ്പിനേഷൻ ഉണ്ട്. ഇപ്പോൾ നിലക്കടല, ഒരു 4-5 പീസ് ബദാം, അതേപോലെ 6 പിസ്ത, 2 വാൾനട്ട്, ഇങ്ങനെ ഒരു മിക്സ്ചറായിട്ട് ഒരു പിടി ഒരു 25-30 ഗ്രാം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു 130 കിലോ കാലറി അടങ്ങിയിട്ടുള്ളതാണ്. അത് നമുക്ക് എന്താ പറയുക, അൺഹെൽത്തി സ്നാക്സ്, തീരെ ആരോഗ്യമില്ലാത്ത സ്നാക്സ് കഴിക്കുന്നത് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും ഇങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ. ഒരു ദിവസം 2.5 മുതൽ 3 ലിറ്റർ വെള്ളം റെഗുലറായിട്ട് കുടിക്കാനായിട്ട് ശ്രദ്ധിക്കാം. അതേപോലെ തന്നെ ഈ 40 കഴിഞ്ഞ സ്ത്രീകളുടെ ഹോർമോണിൻ്റെ ഈ ഒരു വ്യതിയാനം ഉള്ളത് കൊണ്ട് തന്നെ ഇവർക്ക് ബന്ധപ്പെടുന്ന ടൈമിൽ കൂടുതലായിട്ടും ആ ഒരു ലൂബ്രിക്കേഷൻ ഇല്ലാത്തത് കൊണ്ട് എരിച്ചിലും പുകച്ചിലും കൂടുതലായിട്ട് അനുഭവപ്പെടാം. അതിനോടുള്ള താല്പര്യക്കുറവും ഈ ഹോർമോണിൻ്റെ വ്യതിയാനങ്ങൾ കൊണ്ട് തന്നെ കാണപ്പെടുന്നതാണ്. അപ്പോൾ ഫൈറ്റോ ഈസ്ട്രജൻ അധികം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, അതായത് ഇപ്പോൾ ഈസ്ട്രജൻ ഹോർമോൺ അത് പ്ലാന്റ് പ്രോഡക്ട്സിൽ, ചെടികളിൽ കൂടുതൽ അധികം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, ഈ പിക്കിൽ കാണിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ നിങ്ങൾക്ക് റെഗുലറായിട്ട് എടുക്കാവുന്നതാണ്. കാൽഷ്യം സപ്ലിമെൻ്റ് എടുക്കുന്നതിന് പകരം നമുക്ക് കാൽഷ്യം അധികം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എടുക്കാവുന്നതാണ്. അതിൽ തന്നെ നമ്മൾ ലോ ഫാറ്റ് കണ്ടൻ്റ് ആയിട്ടുള്ള, അതായത് കൊഴുപ്പ് കുറവുള്ള മിൽക്ക് പ്രോഡക്ട്സുകൾ, പാലുൽപ്പന്നങ്ങളൊക്കെ എടുക്കാവുന്നതാണ്. ഇപ്പോൾ ചിലർക്ക് മിൽക്ക് ഇൻടോളറൻസ് ഉണ്ടാകും, അതായത് പാലുൽപ്പന്നങ്ങളോ കഴിച്ചു കഴിയുമ്പോൾ എന്തെങ്കിലും ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് അങ്ങനെയുള്ളവരുണ്ടാകും. അങ്ങനെയുള്ളവർക്ക് സോയ പ്രോഡക്ട്സ് വളരെയധികം നല്ലതാണ്. സോയയിൽ നിന്ന് പ്രിപ്പയർ ചെയ്യുന്ന ടൊഫു, അതേപോലെ തന്നെ സോയ മിൽക്ക്, ഇതൊക്കെ ഒരു നല്ല ഓപ്ഷനാണ്. നാരുകൾ അധികം അടങ്ങിയിട്ടുള്ള, എന്നാൽ പ്രോട്ടീനും അധികം, ഹൈ ഫൈബർ ആയിട്ടുള്ള പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് കൂടുതലായിട്ടും ഈ 40 കഴിഞ്ഞ സ്ത്രീകൾ കഴിക്കേണ്ടത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അമ്മമാരോ അല്ലെങ്കിൽ പെങ്ങന്മാരോ ആർക്കെങ്കിലും ഈ ഒരു 40 ഏജ് കഴിഞ്ഞവരാണ്, ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ചൂടാവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഹോർമോണാണ് അതിന് പ്രധാന കാരണം. അതിനെ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിൻ്റെ ചികിത്സ തേടേണ്ടത് വളരെ സിവിയാരിറ്റിയിൽ എത്തിക്കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ചികിത്സ ആവശ്യമാണ്. കാരണം ഡിപ്രഷൻ ലെവലൊക്കെ ഓവറായി കഴിയുമ്പോൾ ചിലർക്ക് ഉറക്കമില്ലായ്മ കണ്ടിന്യൂസ് ആയിട്ട് വരും. അത് കാരണം കൊളസ്ട്രോൾ കൂടാം, ഷുഗർ കൂടാം, ഇങ്ങനെ ജീവിതശൈലി രോഗം കൂടാനായിട്ടുള്ള സാധ്യതകളും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് തുടക്കത്തിൽ തന്നെ ശ്രദ്ധിക്കാം. ദിവസവും 40 മിനിറ്റ് നേരം വാക്കിംഗ് വളരെയധികം നല്ലതാണ്. ശരീരത്തിൻ്റെ ഗ്ലൂക്കോസ് ലെവൽ, അതേപോലെ തന്നെ സ്ട്രെസ് ഹോർമോൺ ആയിട്ടുള്ള കോർട്ടിസോൾ കുറയ്ക്കാനും അത് വളരെയധികം സഹായകരമാവും. 2-3 ലിറ്റർ വെള്ളം ദിവസവും കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നല്ല കൊഴുപ്പ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ടും ഉൾപ്പെടുത്തുക. നാരുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ടും ഉൾപ്പെടുത്തുക. ആർത്തവ വിരാമത്തോടനുബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ട് എന്നുണ്ടെങ്കിൽ താഴെ തന്നിട്ടുള്ള ഈ ഒരു വാട്സപ്പ് നമ്പറിൽ എന്നെ ബന്ധപ്പെടാവുന്നതാണ്. മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. ഇത് നിങ്ങളുടെ ഡോക്ടർ ജുമാന ഹസീൻ AG, ഡോക്ടർ ജുമാനാസ് ഹോമിയോ കെയർ, വള്ളിയോട്, പാലക്കാട്.